തിരിമറി തെളിയുമോ എന്ന ചോദ്യത്തിന് തിരിമറി തെളിയാനുള്ള സാധ്യതയില്ല. അതായത് BJP സ്വയം അന്വേഷിക്കുകയാണെങ്കിൽ അത് തെളിയാൻ സാധ്യതയില്ല. പുറത്തുനിന്ന് പരാതി വരണം. അത് എത്രത്തോളം വരുമെന്നുള്ളതാണ്. ഇപ്പോൾ PC ജോർജ് പൂഞ്ഞാറിൽ ജയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ജയിച്ചിരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പരാതി നൽകണം. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി ക്ഷമിക്കണം ജോർജ് സജി ആരാണ് അവിടെ ജയിച്ചത്? കോൺഗ്രസ് ആണ്. ക്ഷമിക്കണം. എന്തായാലും ജയിച്ച പ്രതിനിധി അവിടെ നിന്നും കേസ് കൊടുക്കണം. ആ കേസ് കൊടുക്കാൻ അവർ പോയി കഴിഞ്ഞാൽ ജയിച്ച സ്ഥാനാർത്ഥി കേസ് കൊടുക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 4.5 കൊടുക്കാൻ പരാതി കേട്ടോ. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പ്രതികരിച്ചിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലും പ്രതികരിച്ചിരുന്നു. പക്ഷേ ജയിച്ച പാർട്ടിയിലെ ആളുകൾ പരാതി നൽകാറില്ല. സാധാരണ തോറ്റു കഴിയുമ്പോഴാണോ പരാതി കൊടുക്കുക. അപ്പോൾ PC ജോർജ് സാധാരണഗതിയിൽ ഇപ്പോൾ കോൺഗ്രസ് BJP നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ 40 ലക്ഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ ഉപയോഗിക്കാനാവുക. പക്ഷേ ആ ചട്ടം മറികടന്നുകൊണ്ട് കോടികൾ, അതായത് 30 A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് 4.5 കോടി വീതം എന്നാണ് നമുക്കറിയാനാകുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് 4.5 കോടി വീതം എന്ന് പറയുമ്പോൾ മുഴുവൻ സംസ്ഥാനത്തേക്കും എത്ര കോടികൾ വന്നിട്ടുണ്ടാകും? A ക്ലാസ് കണ്ണിൽ 4.5, ബാക്കിയെല്ലാം എത്ര കോടികൾ ഉണ്ടായിട്ടുണ്ടാകാം? ആ കണക്ക് വലിയ കണക്കായിരിക്കും. അപ്പോൾ ആ 4.5 കോടി ഇപ്പോൾ ഒരുപക്ഷെ പൂഞ്ഞാർ ഒരു A ക്ലാസ് മണ്ഡലമല്ല. പക്ഷേ PC ജോർജ് ആയതുകൊണ്ട്, PC ജോർജ് മുൻപ് ജയിച്ചിട്ടുള്ള ആൾ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 4.5 കോടി അവിടേക്ക് എത്തിയിട്ടുണ്ടാകാം. അത് എങ്ങനെയൊക്കെ അവിടെ തിരിമറി നടന്നു എന്നുള്ള കാര്യം PC ജോർജ് എന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എത്രയും ഇനി മാറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത് പുറത്ത് മറ്റാരോടെങ്കിലും വിളിച്ചു പറയില്ല, പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. ഇതിൽ വിശദീകരണം നൽകണമെന്ന് PC ജോർജിനോട് ആവശ്യപ്പെടുന്നു. ഒരു നിർദ്ദേശമായി തന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. അതിനുശേഷം നമുക്ക് കാണുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താസമ്മേളനമാണ്. അദ്ദേഹം പറയുന്നത് PC ജോർജ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അതോടുകൂടി അത് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ BJP-യിൽ നിന്നും 3 പേർ നിയമസഭയിലേക്ക് എത്തിയ തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. ആ 3 വിജയങ്ങൾ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, 3ഇടത്തെയും വിജയങ്ങൾ കൂടി ഏത് തരത്തിലുള്ള വിജയമാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ട കാര്യം, പാലക്കാട് പണവും സാരിയും അല്ലേ വിതരണം നടന്നത്. പണവും സാരിയും വിതരണം നടന്നു. അതും ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം നടന്ന പ്രവർത്തക കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ പോയി ഒരു സ്ത്രീക്ക് കൊടുക്കുന്നു. ആ വൃദ്ധയായ സ്ത്രീ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ പണം വാങ്ങിയെന്ന്. ആ കേസൊക്കെ എന്തായി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ആ പറഞ്ഞ പൈസ വാങ്ങി എന്ന് പറഞ്ഞ അവർ മൊഴി മാറ്റി എന്നുള്ള, അങ്ങനെ ഒരു മൊഴി മാറ്റിയതോടുകൂടി അന്വേഷണം അവിടെ നിലയ്ക്കുമോ? അതാണ് എൻ്റെ സംശയം. ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നാണ് ആ അന്വേഷണം അവിടെ നിലച്ചിരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ സാരി വിതരണവും ഈ പറഞ്ഞ പാലക്കാട് തന്നെ നടന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ BJP-യിൽ നിന്നും രാജിവെച്ചിരിക്കുന്ന ദേവൻ, അദ്ദേഹം ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ കിറ്റ് വാങ്ങി എന്നുള്ള വിവാദം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ ആ കിറ്റ് വാങ്ങാൻ പോയതും അപ്പോഴും മാധ്യമങ്ങൾ അവിടെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. അത് അവിടെ വലിയ പ്രശ്നവും സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും, അതായത് BJP അധികാരത്തിലെത്തിയ 2014 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഫണ്ട്, കോടികൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിലേക്കും കോടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കോടികൾ, ഇത് 2 തരത്തിലുള്ള ആരോപണങ്ങളാണ് BJP-യിൽ ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫണ്ട് വിതരണം ഏത് രൂപത്തിൽ ഉപയോഗിച്ചു, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ദേശീയ നേതൃത്വം എങ്ങനെയൊക്കെയാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്, അവർക്ക് എവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണല്ലോ. ഇത് അവിടെ നിന്ന് വന്ന ഫണ്ട് ഇവിടെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫണ്ട്, അത് നേതാക്കളുടെ യാത്രയുണ്ട്, താമസമുണ്ട്, പ്രചാരണമുണ്ട്. രണ്ടാമത്തത് മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് വിതരണം ചെയ്തതിൽ ഓരോ മണ്ഡലത്തിൽ നടന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പാണ് PC ജോർജ് പറഞ്ഞത് തനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ സ്റ്റേറ്റ് ഭാരവാഹികളുടെ പങ്കടക്കം നമ്മൾ പുറത്തു വന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരികയാണല്ലോ. ഇതിപ്പോൾ PC ജോർജ് പ്രസംഗിക്കുന്നത് കൂടാതെ നേതാക്കൾ എല്ലാം തന്നെ പല തട്ടിലായതുകൊണ്ട് മറുവിഭാഗം ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം പുറത്തേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ കൊടിയുടെയും ചിഹ്നത്തിൻ്റെയും കാര്യം, കൊടിയും ചിഹ്നമൊക്കെ അവിടെ സൗജന്യമായി തന്നെ കേന്ദ്ര നേതൃത്വം ഇവിടെ കൊടുത്താണ്. എന്നിട്ട് അത് വാങ്ങാൻ എന്ന പേരിൽ ഫണ്ട് തട്ടിച്ചു. അത് പല പ്രധാനപ്പെട്ട നേതാക്കളും സ്വകാര്യ അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്കാണ് പണം വന്നതെന്ന് പറയുന്നു. അതിലും കോടികളുടെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനി ഈ പറഞ്ഞ കൊടകര കുഴൽപ്പണം എന്തായി? കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വലിയ ശക്തമായ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് പാതി വഴിയിൽ നിൽക്കുകയാണ്. പലയിടത്തും അത് ഒത്തുതീർപ്പുണ്ടായി എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ കരുവന്നൂരുണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ളയുണ്ടായിരുന്നു, സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു. ഈ കേസുകളൊക്കെ തമ്മിൽ ഒത്തുതീർപ്പായതുകൊണ്ടാണ് എന്നുള്ള ആരോപണം ഒരു വസ്തു വരുന്നുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരള പോലീസ് അംഗീകരിക്കാൻ കഴിയുന്നത് റോഡ് സൈഡ് റോബറി മാത്രമാണ്. അല്ല, ആ അന്വേഷണത്തിലും കേന്ദ്ര ഏജൻസിക്ക് കൊടുത്തതിനും താമസം ഉണ്ടായിരുന്നു. ആ അന്വേഷണത്തിലും വിജിലൻസ് അന്വേഷണത്തിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ ഘട്ടത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടാണ്. കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞ് കേന്ദ്രം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ED എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ഈ കോൺഗ്രസിലെയോ CPM-ലെയോ ഏതെങ്കിലും
സ്ഥാനാർത്ഥികളായിരുന്നവർ പരാതിയുമായി പോയാലല്ലാതെ ഇതിന്മേലൊരു അന്വേഷണം നടക്കാൻ സാധ്യതയില്ല. BJPക്ക് അകത്ത് നടക്കുന്ന അന്വേഷണം ആഭ്യന്തരമായി ഒരു അന്വേഷണമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും ആഭ്യന്തര അന്വേഷണമുണ്ട്. ആ ആഭ്യന്തര അന്വേഷണത്തിന് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിൽ കുമ്മനമുണ്ട്, P. കൃഷ്ണദാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മുൻ DGP ജേക്കബ് തോമസ് ഉണ്ട്. ജേക്കബ് തോമസ് ഇത് P. കൃഷ്ണദാസാണ്, P. K. കൃഷ്ണദാസ് അല്ല, P. കൃഷ്ണദാസാണ്. അതോടൊപ്പം ഈ മുൻ DGP ജേക്കബ് തോമസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്നിട്ട് അവിടുത്തെ CCTV ഒക്കെ ഓഫ് ചെയ്യാനൊക്കെ പറഞ്ഞു. ആ ദൃശ്യങ്ങൾ അത് ജേക്കബ് തോമസ് തെളിവെടുപ്പിന് വേണ്ടി ആൾക്കാരെ വിളിപ്പിച്ചടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ആ രീതിയിൽ അതത് സമയത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വേറെയുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് PR ഏജൻസികളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ PR ഏജൻസി പാതി വഴിക്ക് ഇട്ടിട്ട് പോയി, അവർക്കും കോടികൾ കൊടുത്തു, അതിനുശേഷം വേറെ ആൾക്കാരെ ഏൽപ്പിക്കേണ്ടി വന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 12 കോടിയാണ് കേന്ദ്ര ഏജൻസി, ഇവരുടെ ഓഡിറ്റിംഗ് നടത്തുന്നത് സംസ്ഥാന നേതൃത്വം ഒരു ഓഡിറ്റിംഗ് നടത്തും, അതുകൂടാതെ കേന്ദ്ര ഓഡിറ്റിംഗ് ഉണ്ട്. ആ ഓഡിറ്റിംഗിൽ 12 കോടി കാണാനില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാനായിരിക്കുന്നത്. ആ 12 കോടി ഇനി അവരെന്തെങ്കിലും ഒരു കണക്കുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. അവിടെ അതിലും വലിയ കോടികളുടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ 12 കോടി ഒരു പൈസയല്ല. അപ്പോൾ എത്ര കോടികൾ ലാഭം കിട്ടി നോക്കാൻ വേണ്ടിയിട്ട്. അതെ. ഇത് വേറൊരു കാര്യമുണ്ട്. മുമ്പൊക്കെ BJPക്ക് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ സ്ഥിരമായി ചിലർ മത്സരിക്കുന്നു എന്നുള്ളതാണോ. ഇപ്പം മത്സരിക്കാൻ തള്ളാണ്. എന്താണ്, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഫണ്ട് വരും. ആ ഫണ്ടിലൊരു ഇവിടെ എറണാകുളത്തൊരു പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി മാത്രമാണെന്നൊരു പേരറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നേതാവുണ്ട്, ഈ ഫണ്ട് സമാഹരിക്കാൻ മതി. ഇപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില നേതാക്കൾ തന്നെ സ്ഥിരമായി നിൽക്കുന്നവരുണ്ട്. ആ മത്സരിക്കാനുള്ള തള്ളു നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ PC ജോർജിന് നിലപാട് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിർബന്ധിതനായി. പക്ഷെ പറഞ്ഞ വാചകങ്ങൾ അവിടെ കിടക്കുന്നു. അത് നമ്മളോടോ മാധ്യമപ്രവർത്തകരോടോ വെളിപ്പെടുത്തിയതല്ല, പാർട്ടിയുടെ അകത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി ഇപ്പോൾ നടപടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആഭ്യന്തര അന്വേഷണ സമിതി തീരുമാനിച്ച ശേഷം പരിശോധന നടത്തിയിട്ട് ഇപ്പം എന്താ നടപടി ഉണ്ടായെന്നറിയോ? വിവരം പുറത്തേക്ക് വിട്ട ഓഫീസിലെ കെയർ ടേക്കറെ പുറത്താക്കിയിട്ടുണ്ട്. അതാണ് നടപടി. അതല്ലാതെ പൈസ പോയതുമായി ബന്ധപ്പെട്ടല്ല, വിവരം പുറത്തേക്ക് പറഞ്ഞതിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന പുറത്താക്കപ്പെട്ടവരൊക്കെ തന്നെയും വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് തമ്മിലുള്ള സംഘർഷം നടക്കുമ്പോൾ പല വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പുറമുള്ള നിയമ നടപടികളിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ പോയാലല്ലാതെ ഒരു നടപടിയും BJPയുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയില്ല. Meet the editors.